മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചെടിയെ പറ്റിയാണ്. നമുക്ക് നല്ല പരിചയമുള്ള ഒരു പക്ഷേ പലർക്കും നല്ല ഇഷ്ടമുള്ള ഒരു ചെടിയാണിത്. ഇത് കോളാമ്പി ചെടിയെന്നും മഞ്ഞ അരുളിച്ചെടി എന്നൊക്കെ പല പേരുകളിൽ ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നുണ്ട്. ധാരാളം ആളുകൾ തങ്ങളുടെ തോട്ടങ്ങളിൽ, പൂന്തോട്ടങ്ങളിൽ അല്ലെങ്കിൽ ഉദ്യാനത്തിലൊക്കെ ഇത് നട്ടുവളർത്തി പരിപാലിക്കുന്നുണ്ട്. വളരെ മനോഹരമായ മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന ഈ സസ്യം ഒരു വലിയ പരിചരണമൊന്നും ഇതിന് ആവശ്യമില്ല. ഒരു ചെറിയ കമ്പ്, ഇതേപോലെ ഒരു ചെറിയ കമ്പ് നമ്മൾ നടുകയാണെങ്കിൽ അത് വളരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ വേരുകളിൽ നിന്നും പുതിയ പുതിയ വിത്തുകൾ, പുതിയ പുതിയ തൈകൾ ആ പ്രദേശമാകെ വ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെടി. എന്നാൽ ഇതിനെ അരുമയായി വളർത്തി വളവും വെള്ളവും ഒക്കെ നൽകി പരിചരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അപകടകരമായ ഒരു സംഗതി എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അപ്പോൾ അദ്ദേഹം വളർത്തിയിരുന്ന ഒരു ആട്ടിൻകുട്ടി അത് വീണ് വായിക്കൂടൊക്കെ നുരയും പതയുമൊക്കെ വന്ന് അത് കാലും കയ്യോ ഒക്കെ അടിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ച എനിക്ക് കാണേണ്ടി വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാഴ്ച നിന്നപ്പോൾ എന്തായാലും അവർ ഫോൺ ചെയ്ത് വെറ്ററിനറി ഡോക്ടർ വന്നു. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ ചോദിച്ചു, ഇന്ന ആഹാര പദാർത്ഥങ്ങൾ അതിന് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ കൊടുത്തില്ലെന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആടിന് കുറവായി, അത് എഴുന്നേറ്റു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും കുറഞ്ഞ് നല്ല നിലയിലെത്തി. അപ്പോൾ ഈ സംഭവം ഉണ്ടായി ഒരു 10-20 മിനിറ്റ് ആയപ്പോഴത്തേന് ഈ ഡോക്ടർ വന്നുകൊണ്ടാണ് ഈ ആടിനെ രക്ഷിക്കാൻ കഴിഞ്ഞത്. ഡോക്ടറും പറഞ്ഞു ഇത് എന്തോ വിഷം ഇതിൻ്റെ ഉള്ളിൽ ചെന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതറിയാമായിരുന്നു. ഈ ചെടിയുടെ ഇല നമ്മൾ നമ്മുടെ വളർത്തുന്ന മൃഗങ്ങൾ കഴിച്ചാൽ, പ്രത്യേകിച്ച് ആട്, പശു ഒക്കെ ഇത് തിന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷം അതിനുള്ളിൽ വ്യാപിക്കും എന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പോൾ അന്ന് കഴിഞ്ഞ് ഞാൻ മറ്റൊരു ദിവസം അവിടെ സുഹൃത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ മഞ്ഞ അരുളി നിങ്ങളുടെ പൂന്തോട്ടത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നെ അത് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ചട്ടിയിൽ വളരെ മനോഹരമായി വളർന്ന് പന്തലിച്ച് പൂത്തു നിൽക്കുന്ന ഏതാനും അരുളിച്ചെടികൾ ഞാൻ കണ്ടു. അപ്പം ഞാനത് നല്ല രീതിയിൽ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഏതാനും ഇലകൾ മുറിഞ്ഞതായിട്ടും കണ്ടു. തീർച്ചയായിട്ടും നമുക്കറിയാം, ആടും പശുവൊക്കെ കടിക്കുന്ന ഇലകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. അപ്പോൾ ഇതിൻ്റെ ആ ഇലയാണ് ഈ ആട് തിന്നത് എന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ഒരു കുട്ടിയെ വിളിച്ച് ചോദിച്ചു, ഈ ആട്ടിൻകുട്ടി ഈ അരുളിച്ചെടിയുടെ അല്ലെങ്കിൽ ഈ കോളാമ്പി ചെടിയുടെ അടുത്തൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത്, ആ ആടിന് ആ രോഗം ബാധിച്ച ദിവസം ഈ ആട് ഇതിൻ്റെ ഇല തിന്നുന്നത് ആ കുട്ടി കണ്ടു എന്നോട് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വിഷം തന്നെയാണ് എന്നെനിക്ക് തീർച്ചപ്പെടുത്താൻ സാധിച്ചു. കാരണം എനിക്ക് തന്നെ നേരിട്ട് അനുഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് മുതലാണ് ഇത് വിഷമാണെന്ന് ബോധ്യപ്പെട്ടത്. അപ്പം ഒരു നാൽക്കാലി, അതായത് ആട്, പശുവൊക്കെ തിന്ന് ഇതിൻ്റെ ഇലകൾ തിന്നുന്നുണ്ടേ ആ മാരകമായ വിഷം ഇതിൻ്റെ ശരീരത്തിലേക്ക് ഏൽക്കുകയും ഏതാനും ദിവസങ്ങൾ, അല്ലെങ്കിൽ ദിവസങ്ങളൊന്നുമില്ല, അത് അന്നേരം തന്നെ ഒരു 15-20 മിനിറ്റ് ഇത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണുകൾ വല്ലാതാവുകയും വായിലൂടെ നുരയും പതയൊക്കെ വരികയും കുറച്ച് സമയത്തിനകം ഇതിന് ബോധക്ഷയം സംഭവിക്കുകയും ഉണ്ടാവും. നമ്മൾ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയില്ലെങ്കിൽ അത് ചത്തുപോകും. 3-4 ദിവസത്തിനോ ചത്തുപോകും. അങ്ങനെ കിടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് ചത്തുപോകും. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഞാൻ നേരിട്ട് എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യം കൂടിയാണ് ഈ പറയുന്നത്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഇത് കാഴ്ചയിൽ അതിമനോഹരമാണെന്ന് തോന്നിക്കുന്ന ഈ ചെടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് വിഷമാണ് എന്ന കാര്യം, കൊടും വിഷമാണെന്ന കാര്യം നാം ഓർക്കണം. ഇനി മൃഗങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, നമ്മളിത് മുറ്റത്ത് നമ്മുടെ പൂന്തോട്ടത്തിലൊക്കെ ഓമനിച്ച് വളർത്തുകയാണെങ്കിൽ നമ്മുടെ പൊടിക്കുഞ്ഞുങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ മനോഹരമായ പൂക്കൾ കണ്ടുകൊണ്ട് ഇതിൻ്റെ പൂക്കൾ അടർത്തിയെടുത്ത്, കുഞ്ഞുങ്ങളാണ്, അവർക്കറിയത്തില്ല, അവരെ ഇത് വായിൽ വയ്ക്കുകയോ ഒരു പക്ഷേ അതിൻ്റെ കറയോ ഒക്കെ വായിലൂടെ ഉള്ളിലെത്തുകയോ അതല്ലെങ്കിൽ ഈ പൂവ് തന്നെ ഉള്ളിൽ എത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആടിന് സംഭവിച്ചതിൻ്റെ കൂടെ തന്നെ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കുഴഞ്ഞു വീഴുകയും ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവാതിരിക്കുകയാണെങ്കിൽ
എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒരുപക്ഷെ അപകടം സങ്കീർണമാവുകയും ചെയ്യും, വളരെ വേദനാജനകമാവുകയും ചെയ്യും എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഈ ഒരു പ്രയോജനവും ഇല്ലാത്തതെന്ന് മാത്രമല്ല, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഇത്തരത്തിൽ കുറേയധികം ചെടികളുണ്ട്. ഇത് വളരെ ശ്രദ്ധയിൽപ്പെട്ട മറ്റ് ഏതാനും ചെടികളുമുണ്ട്. അതുകൊണ്ട് ഞാൻ അടുത്ത ഏതാനും 2-3 വീഡിയോയിലായിട്ട് ഞാൻ സുഹൃത്തുക്കളെ മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ ദോഷവശങ്ങൾ ഇങ്ങനെയാണ്. കമ്പൊടിച്ച് നട്ടാൽ ധാരാളമായി ഉണ്ടാകുന്നു. നമ്മുടെ കാലാവസ്ഥയിൽ ശരിക്കും തഴച്ചു വളരും. മനോഹരമായ പുഷ്പങ്ങൾ ഇതേപോലെ ഉണ്ടാകും. പക്ഷേ ഇത് വളർത്തുന്നവർ, വളർത്തി ഒക്കുക എന്ന് നിർബന്ധമുള്ളവർ ചെയ്യേണ്ട കാര്യം, ഇത് കുട്ടികളിലും വളർത്തുമൃഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ ഒരു സംരക്ഷണ കവചം ഇതിന് ഏർപ്പെടുത്തണം. അതല്ല എങ്കിൽ നമ്മളിത് വളർത്താതിരിക്കുന്നതാണ് ഉത്തമം. ഇത് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് നമ്മൾ ഒരു മൂട് കൊണ്ട് നട്ട് കിളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചുവട് നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞാലും അങ്ങോട്ട് മാറി അടുത്ത കുറച്ച് നാൾ കഴിഞ്ഞാൽ വീണ്ടും ഒരു മൂട് പിടിച്ചു വരും. കാരണം ചെറിയ ഒരു വേര് മതി ഇത് തഴച്ചു വളരാൻ. വലിയ ശല്യമായി മാറുന്ന ഒരു സംഖ്യയാണ്. പലരും മതിലിനോട് ചേർന്നൊക്കെ ഇത് വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ PVC പൈപ്പിനകത്ത് ഇതിനെ കമ്പ് ഇറക്കി വെച്ച് ഇങ്ങനെ വളർത്തുന്നുണ്ട്. ഇത് തന്നെ പല തരത്തിലുള്ളതുണ്ട്. ചെറിയ പൂക്കളുണ്ടാവുന്ന, ചെറിയ ഇലകളുള്ളത് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ വെളുത്ത പൂക്കളുള്ളത് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പം എന്ത് തന്നെയായാലും പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രകൃതിയിൽ ഉള്ള ചില ദോഷൈതൃക്കുകളായ സസ്യങ്ങളെ കൂടി അറിഞ്ഞിരിക്കുകയും അവയിൽ നിന്നും അകന്നിരിക്കുകയും അവ നമ്മുടെ വീട്ടിൽ നിന്നും മാറ്റിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നനച്ചിരിക്കാത്ത ഒരു ദുഃഖം നമ്മളെ തേടി വരില്ല എന്ന കാര്യം സവിനയം ഓർമ്മിപ്പിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ എന്ന് വെച്ചാൽ എല്ലാ അറിവുകളും എല്ലായിടത്തും ഒന്നും ഇല്ല, അത് നമുക്കറിയാം. അറിവ് ഒരിടത്തും പൂർണ്ണമാകുന്നില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ അറിവുകൾ ശേഖരിക്കുകയാണ്. ആ ശേഖരിക്കുന്ന അറിവുകൾ നമ്മൾ എത്തിക്കുകയാണ്. അത് ചിലർ സ്വീകരിക്കും, ചിലർ ശേഖരിക്കും, ചിലർ തിരസ്കരിക്കും. എന്തായാലും അറിവാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അറിവുള്ള ഒരു ആളെ ഒരു തരത്തിലും തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന കാര്യവും ഇത്തരത്തിൽ സ്മരണീയമാണ്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള ചെടികളുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇത് സമൂലം വെട്ടിപ്പിഴുതെടുത്ത് ചെറു കഷണങ്ങളാക്കി തീയിട്ട് കളയുകയോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കിനകത്താക്കി കെട്ടി 1-2 മാസം കഴിയുന്നുണ്ട് ഇത് അഴുകി വളമായി മാറുകയും ചെയ്യും. അത്തരത്തിൽ ചെയ്യണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. തീർച്ചയായിട്ടും പ്രകൃതിക്കുതകുന്ന, നമുക്കുതകുന്ന, നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന, സൗരഭ്യമുള്ള, ഔഷധ പ്രധാനമായ ഒട്ടനവധി ചെടികൾ നമുക്ക് നട്ടുവളർത്താൻ വേണ്ടി ജഗദീശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അവയൊക്കെ കണ്ടെത്തുകയും അവ നട്ടുവളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യപരമായ ഒട്ടനവധി ഗുണങ്ങളും മാനസികപരമായ ഒട്ടനവധി ഗുണങ്ങളും ഉണ്ടാവും. ഒപ്പം അതിൻ്റെ മനോഹരമായ വിത്തുകളോ തൈകളോ ഒക്കെ കൊടുത്ത് നമുക്ക് ചെറിയ രീതിയിൽ ഒരു വരുമാന മാർഗം സൃഷ്ടിക്കുക എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നാളെ വരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഷെയറും എനിക്ക് ആവശ്യമാണ്. അതുപോലെ നാളെ വരെ എനിക്ക് പൂർണ്ണ പിന്തുണയും അംഗീകാരങ്ങളും ശക്തിയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ പ്രേക്ഷകർക്ക്, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്ക്, അഭ്യുതാകാംക്ഷകൾക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.